ഏവർക്കും നമസ്കാരം. പ്രഭാത സത്സംഗത്തിലെ സുഭാഷിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പോപ്പ് ഫ്രാൻസിസിന്റെ അദ്ദേഹം എഴുതിയ നമ്മുടെ പൊതുഭവനത്തെക്കുറിച്ച് എന്ന ചാക്രിക ലേഖന സമാഹാരത്തിലെ 2ാമത്തെ അധ്യായമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: The Gospel of Creation teaches us to respect and care for God's sacred earth. സൃഷ്ടിയുടെ സുവിശേഷം ദൈവം നമുക്ക് ഭൂമി സമ്മാനമായി തന്നതാണെന്ന് പോപ്പ് ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയും അതിലെ സകലവും നല്ലതും വിശുദ്ധവുമാണ്. അതിനാൽ ഭൂമിയെ നശിപ്പിക്കരുത്. മനുഷ്യൻ ദൈവം നിയോഗിച്ച കരുതൽക്കാരാണ്. അതിനാൽ സ്നേഹത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. ഭൂമിയിലെ സമ്പത്തുകൾ എല്ലാവർക്കും വേണ്ടിയുള്ളവയാണ്. എവിടെയെങ്കിലും ചിലർക്ക് മാത്രം പിടിച്ചു വയ്ക്കാൻ പാടില്ല. മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലൊക്കെയും നമ്മൾ ഒരു ഭാഗമാണ്. സൃഷ്ടിയെ സംരക്ഷിക്കുക എന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഈ അധ്യായം, അതായത് 2ാമത്തെ ഈ അധ്യായം വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഒരു വിശ്വാസിയുടെ ബോധ്യത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യായമാണിത്. ഒരു സ്രഷ്ടാവിനെ കുറിച്ചുള്ള ആശയം ശക്തമായി തള്ളിക്കളയുന്നവർ രാഷ്ട്രീയ തത്വശാസ്ത്ര മേഖലയിലുണ്ട്. അതുപോലെ തന്നെ മതങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ ഭവനത്തെ, അതായത് നമ്മുടെ ഭവനമായ ഭൂമിയുടെ സംരക്ഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന് ഒരു പ്രതിവിധി കാണുന്നതിനെ കുറിച്ച് ഉത്സുകരായിരിക്കുന്നവർ തീർച്ചയായിട്ടും മതം എന്നോ അല്ലെങ്കിൽ മത നിഷേധമെന്നോ അല്ലെങ്കിൽ വിശ്വാസം ആവശ്യമില്ല എന്നോ പറയുന്നവരെ ഒക്കെയും മാറ്റി നിർത്താതെ ഇവ രണ്ടിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അതായത് നമ്മൾ വരുത്തിവെച്ച ഹാനി നികത്തുന്നതിന് പ്രാപ്തമായ ഒരു പാരിസ്ഥിതിക വിജ്ഞാനീയം വികസിപ്പിക്കുന്നതിനായി നാം ഉത്സുകരെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു മേഖലയെയും ഒരു രൂപത്തിലുള്ള ജ്ഞാനത്തെയും ഒഴിച്ചു നിർത്തിക്കൂടാ. മതവും അതിന്റെ ഭാഷയും അക്കൂട്ടത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒളിമ്പസിന്റെ ഭാഷയിൽ പറയാറുണ്ട് റിഥം ആൻഡ് ലോജിക് എന്ന്. അതായത് താളാത്മകമായിട്ട് പോകുന്നവരും യുക്തിയാത്മകമായിട്ട് പോകുന്നവരും. അപ്പോ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ മേഖലയെ തള്ളിക്കളയുന്നവരും ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. വിശ്വാസികളും ഇവിടെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമി നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഈ ഭൂമിയെ വരും തലമുറയ്ക്ക് കൂടി നിലനിൽക്കത്തക്ക വിധത്തിൽ നിലനിർത്തേണ്ടത് ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യർ വെറും വസ്തുക്കളല്ല, അവര് ആളുകളാണ്. അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചുറ്റുമുള്ളവയായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാനും ശേഷിയുള്ളവരാണ് മനുഷ്യരെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വെറും വസ്തുക്കളായിട്ട് കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അത് ദൈവവുമായിട്ടും അവരുടെ അയൽക്കാരുമായിട്ടും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ പിൻപറ്റിയുള്ളതാണ്. അപ്പോൾ ഈ 3 ബന്ധത്തിലും, അതായത് ആ വ്യക്തിക്ക് അവരുടെ ചുറ്റുപാടുമായിട്ടും അയൽക്കാരുമായിട്ടും ഭൂമിയുമായിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് അത് പാപമായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. അതായത് സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം താറുമാറാകുന്നത് അവിടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം, അതായത് എന്തും ഇവിടെ നിയന്ത്രിക്കാനും തന്റെ ചൊൽപ്പടിയിൽ നിർത്താനും കഴിയുമെന്നുള്ള ആ ഒരു അഹങ്കാരത്തിലും അതുപോലെ തനിക്ക് പരിമിതി ഉണ്ട് എന്ന് അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള വിസമ്മതവുമാണ് ഇവിടെ ഈ ബന്ധത്തെ താറുമാറാക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവമല്ല, നമ്മൾ വരുന്നതിന് മുമ്പേ ഭൂമി ഇവിടെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നൽകിയിട്ടുള്ള കൈകാര്യ കർത്തൃത്വ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഭൂമിക്ക് മേൽ മനുഷ്യന് നൽകിയിട്ടുള്ള കൈകാര്യ കർത്തൃത്വത്തെ
അധീശത്വ മനോഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യാതെ ഉപാധികളോടുകൂടി തന്നെ ഭൂമിയെ കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയെ നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ എന്തും എങ്ങനെയും എത്രയും ചെയ്യാനുള്ള ഒരു ഇടമായിട്ടല്ല, മറിച്ച് വരും തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മൾ ഇതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരം ഒരു ഉപാധി ഇവിടെ നിലവിലുണ്ട് നമുക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം നമുക്ക് നൽകിയിട്ടുള്ള വിവേക ബുദ്ധി എന്ന് പറയുന്നതിനെ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഈ ഭൂമിയെ നിലനിർത്താനുള്ള ഒരു അധികമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതല്ലാതെ അത് ഭൂമിയിലെ വിഭവങ്ങളെ കുറച്ചു പേർക്ക് മാത്രമായിട്ട് ഒതുക്കി, അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ, അതായത് ഏറ്റവും ഒന്നാമതെത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തനായവർക്ക് മാത്രം കൂടുതൽ ലഭിക്കുന്ന, അപ്പൊ ഭൂമിയെ തങ്ങളുടെ ഉടമസ്ഥതയിൽ മാത്രം വെച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രവണത അത് ഉപേക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി ഇതിലൂടെ പറയുന്നത്, മനുഷ്യൻ അവന്റെ വംശത്തെ സ്വയം നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഇതിനെ പറയുന്നത്. മറ്റ് ജീവികളെ വെറും വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയുള്ള വെറും വിഭവ സ്രോതസ്സുകൾ മാത്രമായിട്ട് കാണാതെ അവർക്ക് അവരുടേതായ, അല്ലെങ്കിൽ ഏതൊരു ജീവിയും സത്തയും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശവുമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവ ഉണ്ടായിട്ടുള്ളത് അവർക്ക് ഇവിടെ എന്തൊക്കെയോ ചെയ്യാനായിട്ടാണ്. അത് നമ്മളുമായിട്ട് പരസ്പരം ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതിനെ കൊണ്ടുപോകേണ്ടത്. ഭൂമിയിൽ ഒന്നിനെയും, പ്രകൃതി ഇവിടെ ഒന്നിനെയും സ്വയം പര്യാപ്തമായിട്ട് ഉരുവാക്കിയിട്ടില്ല അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ എല്ലാം പരസ്പര ബന്ധിതമായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. പരസ്പര ആശ്രിതത്തിൽ നിലനിൽക്കുന്ന തരത്തിലാണ് ഇവിടെ എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ആ പരസ്പര ആശ്രിതത്വത്തിലാണ് ഓരോ ജീവി വർഗങ്ങളുടെയും പൂർണ്ണത നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ പരസ്പര ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ സൃഷ്ടികളുടെ പരസ്പര ആശ്രിതത്വം ദൈവനിശ്ചയമാണ്. പരസ്പരമുള്ള സഹായത്തിലൂടെ അന്യോന്യം പരിപൂർണമാക്കുവാനായി അവ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മറ്റു ജീവികളോട് നമുക്ക് തീർച്ചയായിട്ടും കരുതലുണ്ടാകണം. ഒപ്പം നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോടും, അതായത് നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരോടും ഈ കരുതലും വാത്സല്യവും ആദരവും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഭൂമിയിലെ മറ്റേത് ജീവരാശികളോടും നമ്മൾ കൂടുതൽ കരുതലുള്ളവരാകണം എന്നുള്ളത് കൊണ്ട് മനുഷ്യരെ അതിൽ നിന്ന് മാറ്റി നിർത്താതെ മറ്റുള്ളവർ, അതായത് ഈ ഭൂമിയോട് കരുതലുണ്ടോ അവർക്ക്, അല്ലെങ്കിൽ അവരിതിനെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ കൂടി നമ്മുടെ ആ പരസ്പര ബന്ധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മുടെ ചിന്ത, പ്രവൃത്തി എല്ലാം ഈ സാർവത്രിക കൂട്ടായ്മ, അതായത് ഒളിമ്പസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രകൃതിയുമായിട്ട് ഏകദാനമായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തില് ഈ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്ന, ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ സാർവത്രിക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മളും ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് സമാധാനം, നീതി, അതുപോലെ മറ്റ് ജീവികളോടുള്ള പരിഗണന ഇവയെല്ലാം വളരെ നല്ല രീതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമുക്ക് ദാനമായി കിട്ടിയ ഈ ഭൂമിയെ ചിലർക്ക് മാത്രമായി കിട്ടുന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹ പദ്ധതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയെ ഒരു പൊതു നന്മയായി കണ്ടുകൊണ്ട്, സകല മനുഷ്യരാശിയുടെയും പൈതൃകമായി കണ്ടുകൊണ്ട് ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ 2-ാം അധ്യായത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസികളാണോ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരാണോ എന്നുള്ളതല്ല, നമ്മൾ ഈ ഭൂമിയിൽ മറ്റു ജീവികളെ പോലെ നമുക്ക് വേണ്ടത് എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കുമായിട്ട് വീതിച്ച് നൽകിയിട്ടുള്ള ഭൂമിയിലെ വിഭവങ്ങൾ നമ്മൾ എല്ലാവർക്കുമായിട്ട് തന്നെ പങ്കിട്ടുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാവർക്കുമായി നൽകിയത് കുറച്ചു പേർക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന സമയത്ത് അത് ഭൂമിയിലും മറ്റ് ജൈവരാശികൾക്കിടയിലും ഉണ്ടാക്കുന്ന അസമത്വത്തിന് കാരണമാകാതിരിക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 2-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഈ അറിവ് എല്ലാവർക്കും ഇടയിൽ വേണ്ടുന്ന വണ്ണം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.